കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ വ്യാപക ആക്രമണം. പാനൂർ പയ്യന്നൂർ മേഖലകളിലാണ് കൂടുതൽ അക്രമമുണ്ടായത്. പാനൂരിലെ വടിവാൾ ആക്രമണത്തിൽ 50 CPIM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു പിന്നാലെ പാറാട് CPM പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണിത്. UDF പ്രകടനത്തിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. മുഖം മറച്ച് ലീഗ് പ്രവർത്തകരുടെ വീടുകളിൽ കയറിയ അക്രമികൾ അഴിഞ്ഞാടി. കാറും ബൈക്കും തകർത്തു. ചിലർക്ക് നേരെ വടിവാള് വീശി. പാറാട് ടൗണിലുണ്ടായ കല്ലേറിൽ നിരവധി UDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 50ഓളം CPM പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പയ്യന്നൂർ കാറമേൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് CPM പ്രവർത്തകർ തകർത്തു. ഓഫീസിനുള്ളിൽ പടക്കം പൊട്ടിച്ചു. അകത്തുണ്ടായിരുന്ന സാധനങ്ങളും നശിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന INTUC സംസ്ഥാന കമ്മിറ്റി അംഗം PK സുരേഷിന്റെ കാനയിലെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. BJP പുഞ്ചക്കാട് ഏരിയ ജനറൽ സെക്രട്ടറി വിജേഷ് OBയുടെ വീടിന് മുന്നിൽ റീത്ത് വെച്ചു. CPM പ്രവർത്തകരാണ് റീത്ത് വെച്ചതെന്ന് BJP ആരോപിക്കുന്നു. കണ്ണുകരയിൽ BJP പ്രവർത്തകന്റെ ഓട്ടോറിക്ഷ തകർത്തു. ആഹ്ലാദ പ്രകടനത്തിനിടെ BJP പ്രവർത്തകനായ റോഷിയും CPM പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. രാമന്തളിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. പ്രതിമയുടെ മൂക്ക് തകർത്ത നിലയിലാണ്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.